ഹലോ, എൻ്റെ പേര് ശ്രേയസ്. ഞാൻ സോളാർ ബേസിൽ നിന്ന് വരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ പേര് സോളാർ എഡ്ജ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. സോ നമ്മളിവിടെ ഇന്ന് ഇൻസ്റ്റലേഷൻ സൈറ്റിൽ വന്നേക്കുകയാണ്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജാസ്പർ സോളാർ സൊല്യൂഷൻസ് ആണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സീറ്റലിലെ പ്രൊഡക്ട്സ് യൂസ് ചെയ്താണ് അവർ സോളാർ എഡ്ജ് സജസ്റ്റ് ചെയ്യുന്ന പോലെ സീറ്റലിലെ പ്രൊഡക്ട്സ് യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. AC/DB DC/DB പിന്നെ എർത്തിങ്സ് ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇവിടെ സിംഗിൾ സ്ട്രിങ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ സിംഗിൾ സ്ട്രിങ് ആയിട്ടേ കണക്ട് ചെയ്യാവുള്ളൂ. ബിക്കോസ് സോളാർ എഡ്ജിൻ്റെ 3 kW മിനിമം ഒപ്റ്റിമൈസർ കൗണ്ട് ഉണ്ട് എല്ലാ ഇൻസ്റ്റലേഷനിലും. അപ്പോൾ ഓരോ ഇൻവെർട്ടറിൻ്റെ യൂണിറ്റിൽ വരുമ്പോൾ 3 kW ഇതിൽ വരുവാണെങ്കിൽ മിനിമം ഒപ്റ്റിമൈസർ കൗണ്ട് എന്ന് പറഞ്ഞാൽ 6 ആണ് പറയുന്നത്. 5 kW സിംഗിൾ ഫേസ് ആകുമ്പം അവിടെയും 6 തന്നെയാണ് പറയുന്നത്. സോ അതിനെ അണ്ടർലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ഇപ്പോൾ 5 kW 3 ഫേസ് വരുമ്പം അവിടെ നമുക്ക് 9 ഒപ്റ്റിമൈസറാണ് മിനിമം പറയുന്നത്. അവിടെ നമുക്ക് അണ്ടർലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. 5 kW ലൈക്ക് പാനൽസ് അത്രയും ചെറുതായിരിക്കണം, അല്ലെങ്കിൽ 9 ഒപ്റ്റിമൈസർ വെച്ചിട്ട് അണ്ടർലോഡ് ചെയ്യണമെങ്കിൽ. പിന്നെ വരുമ്പോൾ 8 kW അവിടെ വരുന്ന 14 ഒപ്റ്റിമൈസറാണ്. അതേപോലെ തന്നെ 10 kW 14 ഒപ്റ്റിമൈസറാണ്. അപ്പോൾ 10 kW നമുക്ക് അണ്ടർലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് റെസിഡൻഷ്യൽ ഇൻസ്റ്റലേഷനിൽ വരുന്ന മിനിമം ഒപ്റ്റിമൈസർ കൗണ്ടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ സേഫ് DC എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. സേഫ് DC എന്ന് പറഞ്ഞ ഫീച്ചർ എന്ന് പറയുമ്പം AC താഴെ ഇവിടെ നമ്മളിപ്പോൾ DC വയർ ഓടുവാണ് ഇവിടെ. അപ്പം വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഹൈ വോൾട്ടേജ് ആയിരിക്കും വേറെ സിസ്റ്റംസിലൊക്കെ ഓടുന്നത്. ഇവിടെ പക്ഷേ 1 വോൾട്ടിലേക്ക് എല്ലാ ഒപ്റ്റിമൈസറും പ്രവർത്തിക്കും. ഇൻവെർട്ടർ നമ്മൾ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ, ഇൻവെർട്ടർ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ മോഡിൽ ഇൻവെർട്ടർ കിടക്കുക, അല്ലെങ്കിൽ എല്ലാ ഒപ്റ്റിമൈസറും ഓരോ വോൾട്ട് വീതമേ ഔട്ട്പുട്ട് ചെയ്യുള്ളൂ. അപ്പം 6 പാനലാണെങ്കിൽ 6 വോൾട്ട്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ ഈ സേഫ് ടു ടച്ച് ആണ് ഫോർ അവർ ടെക്നീഷ്യൻസ്. ഇൻ കേസ് അവർ ഇവിടെ വരിക വർക്ക് ചെയ്യാനായിട്ട് DC സൈഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 1 വോൾട്ട് മാത്രമേ ഔട്ട്പുട്ട് ചെയ്യുള്ളൂ. പിന്നെ വാറണ്ടിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ റെസിഡൻഷ്യൽ സിസ്റ്റംസിൽ ഇന്ത്യക്ക് വാറണ്ടി ഉള്ളത് 8 years ആണ്. നമ്മൾ കൊടുക്കുന്ന ഒപ്റ്റിമൈസർ S1000 സീരീസാണ്. അതിന് വരുന്നതും 8 years വാറണ്ടിയാണ്. പിന്നെ 10 kW മേളിൽ പോകുമ്പോഴാണ് കമേഴ്ഷ്യൽ സിസ്റ്റംസ്, അതിന് വരുന്നത് 12 years വാറണ്ടിയാണ്, എക്സ്റ്റെൻഡബിൾ അപ് ടു 20. പിന്നെ സിസ്റ്റം ലേറ്റർ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പം ഹൈബ്രിഡിലേക്ക് മാറ്റണം ഇൻ കേസ് ഫ്യൂച്ചറിൽ. സോ നമുക്ക് ഇൻവെർട്ടർ താഴെ ഇരിക്കുന്ന ഇൻവെർട്ടർ മാത്രം മാറ്റിയാൽ മതി. ഒപ്റ്റിമൈസേഴ്സ് റീപ്ലേസ് ചെയ്യേണ്ട. ഒപ്റ്റിമൈസേഴ്സും മറ്റേ പുതിയ ഇൻവെർട്ടറുമായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. സോ എല്ലാം മോഡ്യുലാർ ആയതുകൊണ്ട് ഇൻ കേസ് സർവീസിൻ്റെ ഇഷ്യൂ വരുവാണെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്യാനും വലിയ കോസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഒപ്റ്റിമൈസറിൻ്റെ കോസ്റ്റൊക്കെ വളരെ കുറഞ്ഞ റേറ്റാണ്. മോഡ്യുലാർ ആയതുകൊണ്ട് ആ ഒരു ഫീച്ചറോടെ നമുക്ക് ലെവൽ മോണിറ്ററിംഗ് ഉണ്ട് ഇതിന്. മോഡ്യൂൾ ലെവൽ മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഓരോ പാനൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു നമുക്കറിയാം റിയൽ ടൈമിൽ. പിന്നെ വരുന്ന ഫീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് മോണിറ്ററിംഗ് സൈറ്റ് ഉണ്ട്, നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ട് ഫോർ ഇൻസ്റ്റാളേഴ്സ്. അവർക്ക് ഡയറക്റ്റ്ലി ഓഫീസിൽ ഇരുന്ന് തന്നെ ആക്സസ് ചെയ്യാം. എന്താ പറയുന്നത്, ഇൻസ്റ്റാൾ ചെയ്ത സൈറ്റ്സിനെല്ലാം ഓഫീസിൽ ഇരുന്ന് തന്നെ ആക്സസ് ചെയ്ത് അവിടെ വരുത്തേണ്ട ചേഞ്ചസ് ഒക്കെ നമുക്ക് ഓഫീസിൽ ഇരുന്ന് തന്നെ വരുത്താം. ഇൻവെർട്ടറുമായിട്ട് നമ്മളിനി കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ മോഡ്യൂൾ ലെവൽ മോണിറ്ററിംഗ് ഉണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാനലിൽ ഷെയ്ഡ് അടിച്ച് കഴിഞ്ഞാൽ ബാക്കി പാനലിനെ അത് ബാധിക്കില്ല. സോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ ഓവറോൾ മന്ത്ലി പ്രൊഡക്ഷനും ആനുവൽ പ്രൊഡക്ഷനും ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടാം. ഇവിടെ 4 എർത്തുകളാണ് ചെയ്യുന്നത്. സ്ട്രക്ചറിൻ്റെ എർത്ത്, DC സൈഡ് എർത്ത്, AC സൈഡ് എർത്ത്, പിന്നെ വരുന്നത് LAയുടെ എർത്ത്. അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്.